മലയാളത്തിലല്ലേ എപ്പോഴും നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിലായിരിക്കും നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡാണ്, ഭയങ്കര ലക്കിയാണ്. കാരണം ഇതുവരെയും ചെയ്തിട്ടുള്ള ഹോംലി മിൽസ് ഉൾപ്പെടെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും നായിക എന്നതിന് ഉപരി ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ അതിപ്പം ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് നായകൻ എന്നുള്ള സങ്കല്പത്തിന് അപ്പുറം ഒരു കഥയിൽ ആ കഥയിലുണ്ടാവുന്ന കഥാപാത്രങ്ങളിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരിത് വേണ്ടത് അതെനിക്കുണ്ട്. അത് ഹോംലി മിൽസിലും എനിക്കുണ്ട്. സോ അതിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല, എല്ലാ സിനിമകളിലും ഉണ്ടാവും. അനൂപേട്ടനെ എനിക്ക് അപ്പോഴാണ് പരിചയം. ആഡ്ലിനെ എനിക്ക് മുന്നേ അറിയാം. ഞാൻ ആഡ്ലിയുടെ ഒരു കട്ട ഫാനായിരുന്നു. ആഡ്ലി മുന്നേ ചെയ്തൊരു TV ഷോനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അതേപോലെ തന്നെ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണത്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അല്ലാതെ എനിക്ക് ആഡ്ലിയെ അറിയാം, കുറച്ചാൾ മുന്നേ എനിക്കറിയാം. എനിക്കെപ്പോഴും വിശ്വാസം നമ്മളെ സ്ക്രിപ്റ്റിനോട് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ, എനിക്കറിയില്ല, ഒരു ഡയറക്ടറിൻ്റെ സെക്കൻഡ് മൂവിയാണ് അയാളുടെ ഫസ്റ്റ് മൂവി. അയാളെ പ്രൂവ് ചെയ്യുന്ന മൂവി എപ്പോഴും ഡയറക്ടറിൻ്റെ സെക്കൻഡ് മൂവി ആയിരിക്കും. അപ്പം അതിൻ്റെ ഇപ്പോൾ അനൂപേട്ടനാണെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് മൂവി ആയിരിക്കില്ല എപ്പോഴും ഒരു ഡയറക്ടറിനെ, ഫസ്റ്റ് മൂവി എങ്ങനെയാവാം, പക്ഷേ സെക്കൻഡ് മൂവിയാണ് അയാളുടെ സ്റ്റെബിലിറ്റി കറക്റ്റായിട്ട് വെക്കുന്നത്. അപ്പം അനൂപേട്ടനെ സംബന്ധിച്ച് എനിക്ക് അനൂപേട്ടൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴും പിന്നെ ആഡ്ലി എന്നോട് ഇത് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ചിന്ത ഉണ്ടായിരുന്നില്ല, എന്തായാലും ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I trust them. Like as a director, I trust Anubhadan. As a scriptwriter, I trust Adley. പിന്നെ ആഡ്ലിയാണ് ഇത് ചെയ്യുന്നത്, ആഡ്ലിയാണ് ഇതിൽ നായകൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, കാരണം ഞാൻ ആഡ്ലിയുടെ ഭയങ്കര ഫാനായിരുന്നു. സീരിയസ്ലി. എനിക്കതിൽ വേറെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂ ജനറേഷൻ എന്നുള്ള ടാഗ് ലൈൻ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം അങ്ങനെ എപ്പോഴും മാറ്റങ്ങളുണ്ടാവും. ഒരു പാറ്റേൺ ഓഫ് ഇത് വരുമ്പം പിന്നെ ഒരു പാത്ത് ബ്രേക്കിംഗ്, പിന്നെ ഒരു മാറ്റം ഉണ്ടാവും. എപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഹോംലി മീൽസ് ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ഹോംലി മീൽസ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ. ഹോംലി മീൽസ് ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. നമുക്ക് ആ സിനിമയുടെ സ്ഥാനത്ത് വേറെ എന്തോ ആവാം. നമ്മളെ ഏത് പാഷനാണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എന്താ പറയുക, ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യാതെ നമ്മൾ ആ ഭയങ്കര ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തും എന്നുള്ളതിനൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടിൽ വന്ന് നിൽക്കുന്ന മൂവിയാണ് ഹോംലി മിൽസ്. അപ്പോൾ അതെന്തുകൊണ്ടും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ആ സിനിമയ്ക്ക്. അപ്പോൾ അതൊരു ന്യൂ ജനറേഷൻ സിനിമയാണ്. അല്ല, അതൊരു പാത്ത് ബ്രേക്കിംഗ് എന്തായാലും ഹോംലി മിൽസ് തീർച്ചയായിട്ടും ഒരു പാത്ത് ബ്രേക്കിംഗ് മൂവിയാണ്. കാരണം അതിൽ പറയത്തക്ക ബിഗ് സ്റ്റാർ നെയിംസ് ഒന്നുമില്ല. ഉണ്ട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്, നെടുമുടി ചേട്ടനുണ്ട്, മനോജ് ചേട്ടനുണ്ട്, കൈലാഷുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ ഉൾപ്പെടെ അധികം കുറേ സിനിമകൾ ചെയ്യാത്ത കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ, നീരജ്, അങ്ങനെ പിന്നെ ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനെയും ഈ സിനിമ എടുത്തിട്ടുള്ള അനൂപേട്ടനെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് ഇൻ ആൻഡ് ഔട്ട് ഇതൊരു ഡയറക്ടേഴ്സ് മൂവിയാണ്. ഇതൊരു ന്യൂ ജനറേഷൻ, ഇത് ഇൻ ആൻഡ് ഔട്ട് ഡയറക്ടേഴ്സ് മൂവിയാണ്. തീർച്ചയായിട്ടും ഇത് LG ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് ഇത്രയും റീച്ച് ഉണ്ടായത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതിന് മുമ്പത്തെ സിനിമ 1983 ആണെങ്കിലും LG ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ലാൽ ജോസ് സാറിനെ പോലൊരു സീനിയർ മോസ്റ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി LG ഫിലിംസ് ഈ സിനിമ എടുക്കുമ്പം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവും. അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമേനെ, നമ്മുടെ ഹോംലി മീൽസിനെ. അപ്പോൾ LG ഫിലിംസിൻ്റെ ഒരു എന്താ പറയുക സപ്പോർട്ട് ഭയങ്കരമാണ് ഹോംലി മീൽസ്. ശരിക്കും ടമാർ പടാർ October 2 റിലീസായിരുന്നു. അതെന്തോ ഇതേപോലെ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം 1 ഡേ പുഷ് ചെയ്തു. ഹോംലി മീൽസ് വൺ വീക്ക് ബാക്ക് ആയിരുന്നു ആദ്യം റിലീസ് ചെയ്യേണ്ടിയിരുന്നത്, 26th. അതും ടെക്നിക്കൽ എറേഴ്സ് കാരണം October 3 ഫിക്സ് ചെയ്തു.
എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സ്ട്രീം ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഒരേ സമയം വന്നു. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലുക്ക് വൈസ് ആണെങ്കിലും എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ ഷെയ്ഡ്സ് ഒരിക്കലും തമ്മിൽ ആരും കമ്പയർ ചെയ്യില്ല. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്കതിലൊരു അഭിമാനമാണുള്ളത്. അതിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ല.